തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രാജ്യത്തിന്റെ നാലുപാടും പറഞ്ഞയക്കുകയാണ് ബി.ജെ.പി. ചെയ്യുന്നത്. ബി.ജെ.പി. ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പിടിപ്പത് പണിയുള്ളത്. പ്രത്യേകിച്ച് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇ.ഡിയും എൻ.ഐയും സി.ബി.ഐയും എല്ലാം പറന്നു നടന്ന വിവിധ കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. സ്വതന്ത്ര അന്വേഷണ ഏജൻസികൾ എന്ന് അവകാശപ്പെടുമ്പോഴും പലപ്പോഴും ബി.ജെ.പിയുടെ ചട്ടുകമാകാൻ ഈ ഏജൻസികൾ നിർബന്ധിതരാകാറുണ്ട്. അത്തരത്തിൽ ബംഗാളിൽ തൃണമൂൽ സർക്കാരിനെതിരെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഇറങ്ങിയ എൻ.ഐ.എ സഖ്യത്തിന് നാട്ടുകാർ പഞ്ഞിക്കിട്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരും ബംഗാളിലെ സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ശത്രുത വീണ്ടും കൂട്ടുവാനാണ് ഈ സംഭവ വികാസങ്ങൾ വഴിവെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ടി.എം.സി സർക്കാരുമായി കേന്ദ്ര സർക്കാർ വലിയ അകൽച്ചയിലായിരുന്നു. എൻ.ഐ.എ സഖ്യത്തിനെ ബംഗാളിലെ ഉൾഗ്രാമത്തിൽ വെച്ച നാട്ടുകാർ കൈവച്ചതോടെ അകൽച്ച വലിയ ശത്രുതയിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ ഭൂപത് നഗറിൽ വെച്ചായിരുന്നു എൻ.ഐ.എ ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്പരം പോരടിച്ചിരുന്നു. പ്രദേശവാസികൾ അന്വേഷണ സംഘം സഞ്ചരിച്ച വാഹനം ആക്രമിക്കുകയായിരുന്നു. വാർത്ത പുറത്തു വന്നതോടെ സർക്കാരുമായി അകന്നു നിൽക്കുന്ന ഗവർണർ സി.വി. ആനന്ദ് ബോസ് ശക്തമായി തന്നെ ടി.എം.സിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു. അതേസമയം എൻ.ഐ.എ ഉദ്യോഗസ്ഥർ സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്നും അതിനെ ചെറുക്കുകയാണ് ജനങ്ങൾ ചെയ്തതെന്നുമായിരുന്നു മമതയുടെ ആദ്യ പ്രതികരണം. തൃണമൂൽ നേതാക്കളെ ബി.ജെ.പിയിലേക്ക് മാറ്റുവാൻ കേന്ദ്ര ഏജൻസികൾ ഭീഷണിപ്പെടുത്തുകയാണെന്നും മമത പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സി.ബി.ഐ, എൻ.ഐ.എ, ആദായ നികുതി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ ബി.ജെ.പിയുടെ ആയുധങ്ങളായി പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ആരോപിക്കുന്നുണ്ട്. അതേസമയം പാർട്ടികളിലെ അഴിമതിക്കാരായ നേതാക്കളെ സംരക്ഷിക്കാനാണ് ടി.എം.സിയും ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്ന് ഇന്ത്യൻ സഖ്യം രൂപീകരിച്ചതെന്നും തൃണമൂൽ കോൺഗ്രസ് ഭരണഘടനയെ തകർത്ത് അഴിമതിക്കാരായ നേതാക്കളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും മോദിയും ആരോപിക്കുന്നു. ഈ വിഷയത്തിൽ കുറ്റക്കാരായവരെ അറസ്റ്റ് ചെയ്യണമെന്നും പ്രതികളെ സംരക്ഷിക്കുന്നവരെ വെറുതെ വിടില്ല എന്നും ബി.ജെ.പി. ആവർത്തിക്കുന്നുണ്ട്. ലക്ഷ്യം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെയാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല.